to heaven when I'm in your arms, feeling you're present when you're near or far. Who would have guessed we'd end up where we are? Even I had doubts. Don't tell me where we're gonna go, just take me. Right now, every time you close, I'm shaking. Yeah, you're the only one who knows how to save me. Don't tell me where we're gonna go, just take me, just take me. No second guessing, 'cause I'm hooked on you. You're the exception, breaking all my rules. We're so for better, nothing less will do. 'Cause all I want is you. Don't tell me where we're gonna go, just take me. Right now, every time you close, I'm shaking.
ഈ അനുഗ്രഹീതമായ സമയത്തിനാണ് നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വമുള്ള ദിവസനിധിയിൽ ഈ ഭവനത്തോടൊരുമിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരുന്നതിന്, അവിടുത്തെ കരുണയ്ക്കായി കൃപയ്ക്കായി യാചിക്കുന്നതിന് തമ്പുരാനെ ഞങ്ങളെ അനുവദിച്ചതോർക്ക് നന്ദിയോട് സ്തോത്രം. ഇതിനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ആയുസ്സോളം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ അവിടുത്തെ കൃപയും കരുണയും കാവലും ഞങ്ങൾ അനുഭവിച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം. ക്രിസ്തീയ കുടുംബജീവിതത്തിനാണ് നന്ദിയോട് സ്തോത്രം. കർത്താവെ, പ്രത്യേകമായി ഈ വാത്സല്യമുള്ള ഭവനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് കുടുംബമായിട്ട് ചേർത്ത നാൾ മുതൽ തമ്പുരാന്റെ കരങ്ങളിൽ എന്ന മക്കളെ ഏറ്റവും അനുഗ്രഹീതമായിട്ട് കാത്തു സൂക്ഷിച്ചുവല്ലോ. അനുഗ്രഹീതമായ ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാണ്ടത്തോടെ ഇടയാക്കിയല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയ മക്കൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. അവരുടെ ജനനം മുതൽ കർത്താവെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും ദൈവകൃപ കൂടിയിരുന്ന ശ്രേഷ്ഠമായി കൃപയോടെ നിന്റെ മക്കളെ വഴി നടത്തിയല്ലോ. നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ വിവാഹ കുദാശയുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാണ്ടത്തോടെ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പഠനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ ഓരോരോ അനുഭവങ്ങളിൽ തമ്പുരാൻ കൂടെയിരുന്ന് കർത്താവെ ദൈവികമായിട്ടുള്ള നന്മകൾ പ്രദാനം ചെയ്ത് കൃപയുടെ നിറവിൽ ഹല്ലേലൂയ എൻ്റെ മകളെ അവിടുന്ന് സൂക്ഷിച്ചത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഇന്ന് വിശുദ്ധ വിവാഹ കുദാശയുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഏറ്റവും കർത്താവെ വിശുദ്ധിയോടും കൃപയോടും കൂടെ ഈ വലിയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാണ്ടത്തോളം സഹായിക്കണമേ. കുടുംബ ബന്ധങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. കർത്താവെ, ഈ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ് ഉത്തമ മാതൃകാ ദമ്പതികളായി യേശു കർത്താവിൽ ശരണപ്പെട്ട് കർത്താവിനെ മാതൃകയാക്കി പ്രാർത്ഥനയോടും നിർവചന ധ്യാനത്തോടും ഏറിയ ക്രിസ്തീയ മൂല്യങ്ങളോടും കൂടെ അനുഗ്രഹീതമായ സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബജീവൻ നയിപ്പാണ്ടത്തോണം പ്രിയപ്പെട്ട മകളെ അവിടെ നിന്ന് ഒരുക്കണമേ. അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനായിട്ട് സ്തോത്രം. കർത്താവെ, ഇരു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട മകൾ ഒരു ഭവനത്തിലേക്ക് ഇന്ന് കയറുകയാണല്ലോ. ആ ഭവനവുമായിട്ട് കർത്താവെ യോജിച്ച് അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് കർത്താവെ പൊരുത്തപ്പെട്ട് ഏറ്റവും സാക്ഷ്യമുള്ള കർത്താവെ ഒരു ജീവിതം നയിപ്പാണ്ടത്തോണം അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ മാതാപിതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ സ്നേഹിക്കുവാനും കരുതുവാനും കാര്യങ്ങളെ വഹിക്കുവാനും എല്ലാ ഭാരങ്ങളും ദൈവസ്ഥലത്തിൽ അർപ്പിച്ച പരിഹാരം കണ്ടെത്തുവാനും കർത്താവെ അവിടുത്തെ മക്കൾക്ക് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിലാദ്യോടൊന്നും അവിടുത്തെ കൃപ കൂടിയിരിക്കണമേ. കർത്താവെ, ഇതിന് മക്കൾ വളരെയേറെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. പാളകം വരെയുള്ള യാത്രയിൽ കർത്താവെ ഇതിന് മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അന്യോന്യ തിരുമേനെയും പ്രകാരെയും ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ളതായി വിരുന്നിൻ്റെ സർക്കാരും ഒക്കെ കർത്താവെ എല്ലാ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും അവസരങ്ങളാക്കി തീർക്കണം. എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പട്ടക്കാരെല്ലാവരും കൂടി ചേർന്ന് പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് കർത്താവെ നിന്റെ മകളെ അവിടുന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് കർത്താവെ ഈ വിശുദ്ധ പദവിക്ക് അവിടുന്ന് യോഗ്യതയുള്ളവരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ മകൾക്ക് കോട്ടയായിരിക്കണമേ. സ്വർഗത്തിന്റെ പ്രസാദം ഉണ്ടാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. വിവാഹ ജീവിതത്തിനായി മകന്റെ പേരിൽ നടന്നായിരിക്കുന്ന വിവാഹ ശുശ്രൂഷയുടെ എല്ലാ കാര്യങ്ങളിലും Been alone for a while, now I'm missing you. I've been trying to call you with someone new. All the times that I broke your heart, I miss the feeling of the first spark of fire. Now I'm alone by myself and I'm missing you. I know I've been a fool, I never let you in on the things that I went through. Now I'm broken down and bruised. Ooh, trying to find the feeling when I'm with someone new. I'm sorry
missing you. I know I've been a fool. I never let you in on the things that I went through. Now I'm broken down and bruised. Ooh, trying to find a feeling when I'm with someone new. I'm sorry I can't love anyone but you. Sorry I can't love anyone but you. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. It's like a bluebird with a song. Oh, I can't help but sing along. It's like a river, wild and free. 'Cause I could do anything if you're with me. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Wanna dance like no one's watching. Wanna laugh until we're crying. Wanna love you like nobody's gotten to. Oh, I do. It's like a sunrise at a sea. Oh, when I wake, you're all I need. It's like I'm dreaming fast asleep. 'Cause I found a love that I just can't believe. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Wanna dance like no one's watching. Wanna laugh until we're crying. Wanna love you like nobody's gotten to. Oh, I do. അങ്ങൻ മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പാര ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പാര നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ സന്നാ ആമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാ ആമോടെ സ്തുതി പാടിടുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുക ഞങ്ങളുടെ ദൈവമായ കർത്താവെ, വീണ്ടും ഒരു പുതിയ പ്രഭാതം കണ്ടുകൊണ്ടുവരുവാനും
കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ വേണ്ടുന്ന വിശ്രമവും ബലവും ആരോഗ്യമൊക്കെ അവിടുന്ന് പകർന്നു നൽകിയതിനായിട്ട് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, പുതിയൊരു പ്രഭാതത്തിൽ പുതിയൊരു ദിവസത്തിൽ അവിടുത്തോട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു സമൂഹമായി ഞങ്ങളെ ഒരുക്കി വെച്ചതിനായിട്ട് സ്തുതിക്കുന്നു. പ്രിയ ഭവനത്തിൽ ദൈവമായ കർത്താവേ, ഈ സന്തോഷ നിമിഷത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കാളികളായി തീരുവാൻ തന്ന വലിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയ മകനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, അവരുടെ ജനന സമയം മുതൽ ദൈവമായ കർത്താവേ, പ്രവർത്തന മണ്ഡലം വരെ അവിടുന്ന് ഇതപര്യന്തം കാത്തു സൂക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതിനായിട്ട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വിശ്വാസ പരിപോഷണയിൽ വളർത്തപ്പെടുവാൻ തക്കവണ്ണം 2 മക്കളെയും അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. അതിനുവേണ്ടി അവരെ സഹായിച്ചതായിട്ടുള്ള 2 കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നല്ലോ. ദൈവമായ കർത്താവേ, പുതിയ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാവുന്നല്ലോ. ഇന്ന് വിവാഹ കൂദാശ ആശീർവദിക്കുന്ന അഭിമന്യ തിരുമനസിനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവമായ കർത്താവേ, അവിടുത്തോട് കൂടെ ആലോചന ചോദിച്ച് പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതം ആരംഭിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൊടുക്കുന്ന സാവകാശത്തിനായി സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഓരോ ദിനങ്ങളിലും അവിടുത്തോട് കൂടെ ദൈവമായ കർത്താവേ, പ്രിയപ്പെട്ടവരുടെ യാത്ര ആരംഭിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആകുന്നു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. അവിടുന്നാണ് 2 പേരെയും കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ദൈവമായ കർത്താവേ, ഈ നാളുകളിലെ പ്രിയ മക്കളെ അവിടുന്ന് ഭരിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിവാഹ ചടങ്ങുകളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഈ കുദാശയിൽ പങ്കാളികളായി തീരുമ്പോൾ ദൈവമായ കർത്താവേ, പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അർപ്പിക്കാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അവിടുന്ന് കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ യാത്രയിലൊക്കെ അവിടുത്തെ കരുണയും സാന്നിധ്യവും ഒക്കെ ഉണ്ടായിരിക്കണമേ. തക്ക സമയത്ത് എത്തിച്ചേരുവാനും മടങ്ങി വരുവാനും ഒക്കെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നല്ലോ. പ്രത്യേകിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സന്തോഷകരമായ നിമിഷത്തിൽ അവിടുത്തോടു കൂടെ ദൈവമായ കർത്താവേ, നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ദൈവമായ കർത്താവേ, പാട്ടുകാരൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ എല്ലായ്പ്പോഴും നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം വിശ്വാസ സ്ഥിരതയുള്ളവരായിട്ട് ദൈവമായ കർത്താവേ, പുതിയ തലമുറയ്ക്ക് അത് കൈമാറുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുന്ന് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടി പ്രിയ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ദിവ്യകൃപയിൽ പൊതിയണമേ. തുടർന്നുള്ള ജീവിതകാലങ്ങളിലെല്ലാം ദൈവമായ കർത്താവേ, അവിടുത്തെ അൻപാർന്ന കരം അനുഭവിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നല്ലോ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. സകല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയും സകല ബുദ്ധിയും കവുന്ന ദൈവത്തിൻ്റെ സമാധാനവും വാഴുകളും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിന്മേലും, വിശേഷാൽ ഇന്ന് നടക്കുവാനിരിക്കുന്ന വിവാഹ കുദാശയിന്മേലും, വിവാഹത്തെ ഒരുക്കപ്പെടുന്ന പ്രിയ മകൻ്റെ മേലും, പ്രിയ കുടുംബാംഗങ്ങളുമേലും, എല്ലാ ആവശ്യങ്ങളുമേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Been alone for a while, now I'm missing you. I've been trying to call you with someone new. All the times that I broke your heart, I miss the feeling of the first spark of fire. Now I'm alone by myself and I'm missing you. I know I've been a fool, I never let you in on the things that I went through. Now I'm broken down and bruised. Trying to find the feeling when I'm with someone new. I'm sorry I can't love anyone but you. Sorry I can't love anyone but you. Do you remember the week that we spent in Paris? Only together a year when you talk about marriage. Oh, then the night that I dried your tears, I only wish that I knew where our love died. Now I'm alone by myself and I'm missing you. I know I've been a fool, I never let you in on the things that I went through. Now I'm broken down and bruised.
the night. You know I love the way you always look at me with those eyes. Can you tell me everything? Can you tell me it'll be alright? Yeah, I only wanna stay for the night. വളരെ സന്തോഷത്തോടെ വാളകം സെന്റ് തോമസ് മാർത്തോമ ഇടവകയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് അടൂർ ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പിന്നെ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പൽ തിരുമേനിയാണ്. വന്യ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യം നമുക്കേറെ സന്തോഷം നൽകുന്നു. അഭിവന്യ തിരുമേനിയെയും വന്യ വൈദിക ശ്രേഷ്ഠരെയും വളരെ സന്തോഷത്തോടെ കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വാളകം സെന്റ് തോമസ് മാർത്തോമ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൊബൈൽ ഫോൺ കയ്യിലുള്ളവർ ദയവായി അത് സ്വിച്ച് ഓഫ് മോഡിലോ സൈലന്റ് മോഡിലോ ആക്കി കയ്യിൽ സൂക്ഷിക്കണം എന്നുള്ളത് ദയവായി ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. വളരെ അത്യാവശ്യമില്ലാത്തവർ ഏറ്റവും അവസാനത്തെ ആശീർവാദത്തിന് ശേഷം മാത്രമേ ദേവാലയത്തിന് വെളിയിലേക്ക് പോകാവൂ. ഇടയ്ക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ആരാധനയ്ക്ക് പ്രയാസമാണല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യാതെ പ്രാർത്ഥനാപൂർവ്വം ആദ്യ അവസാനം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. ഇപ്പോൾ ഗായക സംഘം പ്രാരംഭഗാനം ആലപിക്കും. പരിശുദ്ധൻ 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 കർത്താവിനാമത്തിൽ മകനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരം ശുശ്രൂഷയെക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. പാപികളായവരോട് കൃപ ചെയ്യണമേ. നിനക്ക് സ്തുതി. പാലിക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാഹാരം തരണമേ. കടക്കാട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഇതിനുള്ള രാജ്യശക്തിയും എന്നേക്കും ആമേൻ. നിന്നിൽ ഞങ്ങളുടെ
ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്റെ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോട് കൂടെ ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടി മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റും. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആവിഷ്കാരമൊക്കെ അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യുന്നതിനാൽ ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും ഇപ്പോഴും നിരന്തരങ്ങളേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ ധന്യതയാൽ സകലമായ നിങ്ങളെ ഒഴിപ്പാക്കുകയും ഭൗമസഭ വിവാഹം നിശ്ചയിക്കുകയും താനതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛപിശാചുക്കളുടെ അടിമയിൽ ഉപനയെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങൾ തന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വകീയമണവാളനായിരിക്കുന്ന മിശിഹാതമ്പുരാന് തന്റെ ഇടയാരുടെ മോചനവായുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധാറുകൾക്ക് മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവൻ, നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകൾ നോന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ കുറവും നന്മകളുടെ അധികമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല വ്യക്തതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ പിടിപ്പുള്ള മോറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും
വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോചനത്താൽ പരിപൂർണമായി നിറവേറുവാൻ നിയമിച്ച എണ്ണിയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ സന്തോഷപരമായിട്ടുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വമയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹം കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളിനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളും വെറുപ്പുകളിൽ വന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെന്നവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രകാരേണ അവരെ നീ അലങ്കരിക്കണമേ. ഇറന്മാരും മാലാകുമാരും ഇടപെടാ സന്തോഷിക്കുന്നതുമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ ദിവസമായ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസൃതയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും ഇടപെടാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവ്രതവും വെടിപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവരെ അന്യോന്യം വിവാഹം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠസന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളവും ഈശ്വാനുകളെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമധ്യവർത്ത് തമ്മിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിനും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം ഇവർക്ക് ഏറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ ഈ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയും വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വും നിറഞ്ഞിരിക്കുന്ന ഈ വലക്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വലങ്കൈ നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്ന് പോലെ വന്യപിതാവിന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും നല്ല പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും ശുദ്ധീകരിക്കട്ടെ.
ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കവും മുതുകും കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെയും താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹീത അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിപാകതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരും ആയിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഹോശോ മണവാട്ടി
ഇന്നപ്പെട്ടവെന്നോ എന്ന സൈന്യങ്ങളിൽ നിന്നുമല്ല ഇപ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അഴിഞ്ഞു പോകാത്ത മണവയ്ക്കും ഞങ്ങളെ യോഗ്യതരാക്കണമേ. ആ കല്യാണ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വഹുൽ സുബ്ഹാന ഉൽമിൻ ദൈവത്തിൻ്റെ അനന്തമായ കൃപയും അവരുടെ മേൽ ശരീരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം എന്നുള്ള ജീവിതത്തിൽ പങ്കുചേരാം. പ്രിയപ്പെട്ട അതിനെയും മനുഷ്യയും ആശീർവദിച്ചുകൊണ്ട് ശ്രീഭാഗവത ദൈവാനുഗ്രഹത്തിൻ്റെ വഴിവുകൾ അവർക്ക് നൽകുമ്പോൾ രണ്ടുപേരും അത് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി ഈശോയുടെ സ്വീകരിക്കുകയും നാം എല്ലാവരും ചേർന്ന് പ്രിയമക്കൾക്ക് വേണ്ടി ദൈവകൃപ ചെയ്യണമെന്ന് പ്രതിവാക്യമായിട്ട് പാടുകയും ചെയ്യും. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീക കരുണയുടെ ആനന്ദമുണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാപുത്രൻ പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ സന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ രാജൻ നിന്മല
അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ യഥാപ്രകാരമായ സ്വയംഭൂവും തന്നെ മാലാഖമാതന സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അടച്ചുകൊണ്ടിരിക്കുന്ന അത്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കഥ നമുക്ക് നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ ഇടയ്ക്കിലേക്ക് നമ്മുടെ വർഗത്തെ ദ്രവിച്ച് മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിനുമായ ശ്രേഷ്ഠത്തിന് സ്തുതി. തന്റെ അടിയാറുടെ കിരീടവാഴുന്ന ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേതൃത്വം നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. അതുപോലെ അത്യുന്നതങ്ങളിൽ അഗ്നേന്മാരുടെ കൂട്ടങ്ങളിൽ തന്റെ ശ്രേഷ്ഠതയിൽ ഭ്രമിച്ചിടുകയും അവൻ നിരീയമായ തന്റെ കരുണയുടെയും അപരിമയായ തന്റെ ദയയുടെയും ധാരാളതയായ സ്ഥിതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ കരുണയുടെ കീഴിലും ദയയുടെ ചെറിയ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗ്ഗരാജ്യത്തിലേക്ക് നടത്തുന്ന വഴിയിൽ കൂടെ ഓടുവാനും ആത്മീക നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ആത്മീയ വ്യാപാരം ചെയ്ത് ആദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നടന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധത്തെ പാർശ്വത്തിലേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തി പ്രതീക്ഷിതയിലും നിന്റെ കൽപ്പനകളെ നിഷ്ഠാനത്തിനും താല്പര്യമുള്ളവരുമാകുവാനും ഞങ്ങൾക്കും ഇവർക്കും നീടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ.
സ്ത്രീകളെ നമ്മുടെ കർത്താവെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിക സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷനും സ്ത്രീയുടെ തലയാകുന്നു. സഭ മശികായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായ തന്നെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കുന്നവനും മഹത്വമുള്ളതുമായ മാലിന്യവും കറിയും ഇവയ്ക്ക് സമമായ യാതൊന്നും ഇല്ലാതെയും വിശുദ്ധിയും നിഷ്കളങ്കവും തനിക്ക് തന്നെ സഭയെ തന്നെ നിർത്തുന്നവനും അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങൾ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ദൈവത്തിന്റെ ജീവനോട് വചന അറിയിപ്പിനെ കേൾക്കണം. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടി ഞങ്ങളെ യോഗ്യരാക്കട്ടെ. മത്തായി ശ്ലീഹായ ദൈവം നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു ശ്ലീഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ രക്ഷിച്ചാൽ തന്നെ ചിന്താസ്തുതി എന്റെ അറിവിൽ നാം എല്ലാവരുമേ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ നടപടിയുടെ നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ യാത്ര പുറപ്പെട്ടു യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്നെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരു തന്നെ തന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവനവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരം അത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ പിടിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാരൂഹായുടെയും നാമത്തിൽ വാഴ്ത്തപ്പെട്ട് ഉന്നതമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നൊരു മകുടം കർത്തനിൽ നിന്നിറങ്ങി. മണവാളൻ ശിരസിന്മേൽ കുമരോച്ചൂട്ടിയിടുന്നു.
അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരയേറ്റയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാക. സ്വർഗീയ മണവാളിനാകുന്ന മെസ്സിയ സത്യത്തിൻ്റെ മണവാഴ്മകൊണ്ട് നിങ്ങളുടെ മണവാഴ്മയെ മുദ്രയിടട്ടെ. മെസ്സിഹാദന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേബിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവമാകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് വന്യപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങൾ മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവമൈശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളുടെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയേറ്റുകയും ചെയ്യണം. വിശുദ്ധ
വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ ആയിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസത്തെ കരുതപ്പെടുത്തേണ്ടെന്ന് വിശുദ്ധപിതാക്കന്മാർ നാം കേൾക്കൊണ്ടിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരിമേൽപ്പിച്ചതുമായ പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തിയിലും താല്പര്യമുള്ളവരും സൽക്രിയയിലും ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെയും നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ജീവന്റെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും ശ്രീവായുടെ മുൻപാകെയും വിശുദ്ധേവൻഗീലിയുടെ മുൻപാകെയും ഈ യോഗത്തിന് മുൻപാകെയും ദൈവകാര്യങ്ങളെ അറിയാത്തതിന് മുൻപാകെയല്ല അറിയുന്നതിന് മുൻപാകെയും മാത്രമേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളും. ഇതായത് മുതൽ നിങ്ങളെ തമ്മിൽ നിങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമിതമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും കാലമേലും വിശ്വാസന്മാരുമേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാവശ്യം വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കയിൽ ഇപ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിക്കാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളേണ്ടതുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാക്കണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിവാഹമെന്ന ഉദാശയിലൂടെ കർത്താവിൻ്റെ ഈ സഭയിലെ ഒരു ഭാഗമായി ഒരു കുടുംബജീവൻ നയിക്കാനായിട്ട് ദൈവം നിങ്ങളെ നിയോഗിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നിങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ഇവിടെ നിരാശന്മാരും കർത്താവിൻ്റെ സഭയിലെ വിശ്വാസമൂഹവും പ്രിയപ്പെട്ട എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതിനെ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും അയക്കുന്നതിനായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കുടുംബമായി വിളിച്ച് പുറത്തിരിക്കുമ്പോൾ ദൈവത്തോടൊപ്പമുള്ള വിശ്വസ്തമായ ജീവിതം നയിക്കാനായിട്ട് ആശ്രയമുള്ളവരായി ലോകത്ത് നിലനിൽക്കാനായിട്ട് നിങ്ങൾക്കിടയാകണം. കാരണം ദൈവമാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ കാരണഭൂതൻ. ദൈവമാണ് നിങ്ങളെ ഭാര്യയും ഭർത്താവുമായിട്ട് കുടുംബമായി ചേർക്കുന്നത്. അവരുടെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അവിടുത്തെ സമയത്ത് അവരുടെ പദ്ധതി പ്രകാരം നിങ്ങളെ ലോകത്തിൽ കുടുംബമാക്കി ചേർത്തിരിക്കുന്നു. ദൈവത്തിന് പദ്ധതിയാകുന്ന വിശുദ്ധ മക്കളിപ്പിക്കുന്നതാണ് ചിന്ത. ദൈവമനുഷ്യനെ സൃഷ്ടിച്ച് ലോകത്തിൽ ആക്കിയതായിട്ടുള്ള സമയത്ത്
നല്ല മൂല്യങ്ങളുമൊക്കെ ജീവിതത്തിൽ നിലനിർത്താനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ തുടർന്നുള്ള തലമുറയ്ക്ക് ആ ഒരു അനുഭവത്തിലൂടെ വളർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇത് വളരെയധികം ശൈലികൾ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകളും തകർച്ചകളുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവാശ്രയത്തോടുകൂടെ നിലനിൽക്കുമ്പോൾ നമുക്ക് അതിനെല്ലാം അതിജീവിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഒരുമിക്കപ്പെടുമ്പോൾ അവിടെ നമ്മുടെ ഭിന്നതകളൊക്കെ മറക്കുന്നതിനും ഏതൊക്കെ തരത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയ്ക്ക് സാധ്യമായിത്തീരുമോ, മറ്റൊരാളിൻ്റെ നന്മയെ കരുതി നമുക്ക് തിരഞ്ഞെടുപ്പുകൾ സാധ്യമായിത്തീരുമോ, അവിടെയാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ സ്നേഹമാണ്. ക്രിസ്തുവിലൂടെ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ മാതൃകയാണ് ഓരോ ക്രിസ്തീയ കുടുംബത്തിലും നമ്മൾ പുലർത്തുന്നത്. അതുകൊണ്ട് വ്യത്യസ്ത ഇടങ്ങളിലും സാഹചര്യങ്ങളിലും നിങ്ങളെ കുടുംബമായി ദൈവം വിളിച്ച് ഇന്ന് ഈ ഒരു വലിയ നിയോഗം നൽകി ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് വ്യക്തിത്വമായി നമ്മുടെ ജീവിതം നയിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവത്തോട് ചേർന്ന് ഈ ഒരു വലിയ പദവിയിലേക്കാണ് നിങ്ങളെ വിളിച്ചത്. ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ പദവിയാണ്. അതോടൊപ്പം തന്നെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും നിങ്ങൾക്കിടയായി. നിങ്ങൾ പരസ്പര സ്നേഹമുള്ളതും ബഹുമാനമുള്ളവരുമായിരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരായിരിക്കാനായിട്ട് നിങ്ങൾ സാധിക്കും. നിങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ തന്നെ പരിമിതപ്പെട്ടു പോകുന്നില്ല. മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ഒരനുഗ്രഹമായിട്ട് ആവശ്യത്തിലിരിക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ മറ്റുള്ളവരെ കരുതുന്നതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബജീവിതമായിരിക്കുമ്പോൾ ജീവിതത്തിലൂടെ അനേകം അനുഗ്രഹമായി നിങ്ങൾക്കായിത്തീരുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് നിങ്ങളിന്ന് ഈ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഇടവകയായ സഭയായ നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഈ വേദപുസ്തകം നിങ്ങൾക്ക് നൽകിത്തരുന്നത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയെപ്പറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിലും ദൈവധ്യാനത്തിലും ഒക്കെ സമയം കണ്ടെത്തുവാൻ, പള്ളി ആരാധനയിൽ ക്രമമായി പങ്കെടുക്കുവാൻ, വിശുദ്ധ കുർബാനയിലുള്ള നിങ്ങളുടെ പങ്കാളിത്തവും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ പണം, സമയം, കഴിവ് ഇവയുടെ കാര്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകരാണ്. അപ്പോൾ നമ്മുടെ സ്വന്തമെന്നുള്ള ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതിലൊക്കെ നമുക്ക് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാനും ദൈവം നൽകിയിരിക്കുന്നവരിൽ നിന്ന് ദൈവനാമത്തിന് വേണ്ടി സമർപ്പിക്കാനുമായിട്ടിടയാക്കി നടത്തുവാനും ദൈവം സാധ്യതകൾ നമ്മുടെ വാനത്തിലൂടെ ലഭിക്കുന്ന പഠനം അതൊക്കെയൊക്കെയും ഒരംശം വേർതിരിച്ച് സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രദേശികളും ബുദ്ധിമുട്ടിലിരിക്കുന്നവരും ആവശ്യക്കാരും പലതരത്തിലുള്ള പ്രയാസങ്ങളോട് കടന്നു പോകുന്നവർക്ക് സഹായമായിരിക്കാനായിട്ട് നൽകുവാനായിട്ട് ഇടയായിരിക്കും. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ദാനമായ മക്കളെ ദൈവം നിങ്ങൾക്ക് നൽകി തരുമ്പോൾ അവരെ ദൈവഭക്തിയിൽ നിലനിർത്തുവാനും സഭാസ്നേഹമുള്ളവരാക്കി തീർക്കുവാനും നീതിബോധമുള്ളവരായി നിർത്തുവാനും നിങ്ങൾക്കിടയായിത്തീർക്കും. ഇപ്രകാരമുള്ള അനുഗ്രഹീത കുടുംബജീവിതം നയിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്യുകയും നമ്മെല്ലാവരെയും അനുഗ്രഹിച്ചോട്ട് പോകാൻ വേണ്ടുന്നതാണ്. ആശീർവാദത്തിന് എല്ലാവർക്കും ആത്മീയമായ ശുശ്രൂഷയിൽ സമൃദ്ധികളെല്ലാവരെയും ദൈവമായ കർത്താവിനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനങ്ങൾ കേൾക്കുകയും കൈകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. If I could be honest, here in this moment, I've been so nervous to stand here with you. They're all here for us, and I feel their aura, but just for a moment I'll pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see
us, but they don't stand a chance. I have kissed those lips 1,000 times before this. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face, I belong to you. If I could be honest, here at the altar, I refuse to grow older unless it's with you. I fell in love and made you a promise, though I'd never noticed how much it meant to you. Yes, they can hear us, but they misunderstand. There is more behind these words that we have spoken. I know they see us, but only at a glance. Only you know the man that I am beyond the surface. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face. Now the sun is setting fast, we're wasting light. Just a boy falling for a girl with no name. Try to hide it, but you stole me with your eyes. 'Cause you know I want this, and I'm making it obvious. So ആദ്യം തന്നെ നമ്മുടെ സ്നേഹം സ്വീകരിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ അലൻജി ഡോക്ടർ അനീഷയുടെ ഈ ഒരു വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. സോ ഇന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്. വളരെ സ്നേഹവും സന്തോഷവും ഏറിയ ഒരു സമയത്തിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ അലൻജി ഡോക്ടർ അനീഷയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. And as friends and family who love the Lord, we are here to make this occasion most
അവരെ ഇരുകൊടുപ്പുകളെയും അസന്തോഷത്തിൽ പങ്കുചേരുവാനും കിടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും വാഴ്ത്തിയിരിക്കുകയാണ്. അവിടുത്തെ വിവാഹ സ്നേഹത്തിന് കരുണയുടെ ഒരുപാടിക്കാൻ പ്രാർത്ഥിക്കും. പിതാവേ, മണവാടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ കുടുംബജീവിതം ഏറ്റവും ഭയങ്കര സന്തോഷമായ ജീവിതം തോന്നുന്നു. അവിടുത്തെ സംഗീതമായ അവിടുത്തെ ദിവ്യമായ സ്നേഹത്തിലും സന്തോഷത്തിലും അവരുടെ കുടുംബജീവിതമായിരിക്കും അവരെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് പിതാവിനും പരിശുദ്ധനുമായി എന്നിരുന്നാലും സ്തുതി സ്തോത്രം കാരണം പിതാവേ ഇതൊന്നും
അല്ല ഇത്ര ടൈം എടുത്തത്
ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ കണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ല.
love you like this forever, this forever.